So today we are going through some process instrumentation system. So in every modern industrial plant, it mainly depends on instrumentation as a regular part of its production equipment. We all know that in an increasing number of processes in industries, a complete instrumentation is necessary. Without this, plant cannot work efficiently. That is, അതായത് നമ്മളൊരു പ്രോസസ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം ഒരു പ്രോസസ്സ് നടക്കുന്ന ഇൻഡസ്ട്രിയിൽ നമുക്ക് വേരിയബിൾസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് മെഷർ ചെയ്യേണ്ടി വരും. ടെമ്പറേച്ചർ, പ്രഷർ, ഫ്ലോ ഓർ എനി അതർ വേരിയബിൾ. സോ or some type of variable we have to measure in a process industry. Without measuring these variables, we cannot work that industry inefficiently. നമ്മൾ അത് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ട് തന്നെയായിരിക്കും ഓരോ പ്രോസസ്സും നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരിക. സോ ഇൻ ആൻ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം, അതായത് ഒരു ഇൻഡസ്ട്രിയൽ വർക്കിങ്ങിന് ഒരു ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. An instrumentation engineer is becoming an important factor in a newly designed manufacturing process. For example, temperature control of milk cooler. ഒരു മിൽക്ക് കൂളറിന്റെ കറക്റ്റ് ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്ത് നമ്മൾ അതിന് കറക്റ്റ് ടെമ്പറേച്ചർ എപ്പോഴും കീപ്പ് ചെയ്ത് കൊടുക്കണം, അത് കേടാകാതിരിക്കാനൊക്കെ. അപ്പോൾ അതൊരു എക്സാമ്പിൾ ആണ്. ഓപ്പറേഷൻ കൺട്രോൾ മീൻസ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ഡിസ്റ്റിലറി വാട്ടർ ആൻഡ് കൺട്രോൾ മീൻസ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ലാർജ് സ്റ്റീൽ പ്ലാന്റ്സ്. Used in large steel plants, and for these type of processes we need to control or monitor the level of temperature, pressure or level of flow or rate, etc. So it needs a lot of instruments. So there are different types of instruments which comes under this category, so in which we are going to study first recording type instruments. Okay, so recording type instruments are of two types: circular recording chart and strict recording chart. Okay, so there are two types of recording instrument. First we are going to study what is a recording instrument. So a recording instrument is used when some process require a permanent recording of the variable. അതായത് നമുക്കൊരു പ്രോസസ്സിന്റെ വേരിയബിൾ, അതിപ്പോൾ ടെമ്പറേച്ചർ ആവാം, പ്രഷർ ആവാം, എന്തായാലും അതിൽ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റീന്റെ ഓരോ ടൈമിലും അത് എത്രയാവുന്നു എന്നുള്ളതിന്റെ ഒരു റെക്കോർഡ് വേണം എന്ന ടൈപ്പ് പ്രോസസ്സിൽ മാത്രമേ നമ്മൾ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുള്ളൂ. നോർമലി പ്രസന്റ് വാല്യൂ മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ നമ്മൾ റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യില്ല. ഓക്കെ, so recording instruments is used when some process require a permanent recording of variable. For example, a wind speed of a particular area, wind speed at a particular area for which is used for installing a windmill. അതായത് നമ്മളൊരു വിൻഡ്മിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്യും. ഇന്ന സ്ഥലത്താണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ കഞ്ചിക്കോട്. എന്തുകൊണ്ടായിരിക്കും അവർ കഞ്ചിക്കോട് എന്നൊരു ഏരിയ സെലക്ട് ചെയ്തത്? അതിന് മുമ്പ് അവർ അവിടെ ഒരു വിൻഡ് മാസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്യുപ്മെന്റ് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈം, അറ്റ്ലീസ്റ്റ് 1 ഇയർ നമ്മൾ അതിന് എങ്ങനെയാണ് അവിടുത്തെ വിൻഡ് വേരി ചെയ്യുന്നതെന്ന് നമ്മൾ റെക്കോർഡ് ചെയ്ത് അതിന്റെ വേരിയേഷൻസ് ഒക്കെ റെഫർ ചെയ്യും. അപ്പം ഒരു പെർട്ടിക്കുലർ അബവ് 5 മീറ്റർ പെർ സെക്കൻഡ് ഓർ 7 മീറ്റർ പെർ സെക്കൻഡ് ടു 12 മീറ്റർ പെർ സെക്കൻഡ് എങ്കിലും മിനിമം ഉള്ള ഒരു ഏരിയയിൽ ആയിരിക്കും ഒരു വിൻഡ്മിൽ വെച്ചാൽ അത് യൂസ്ഫുൾ ആവുക. അതിലും കുറഞ്ഞ വിൻഡ് സ്പീഡ് ഉള്ള ഏരിയയിൽ നമ്മൾ വെച്ചിട്ട് കാര്യമില്ല, നമുക്ക് അത്രയും പ്രൊഡക്ഷൻ, ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ കിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം ഒരു വിൻഡ് മാസ്റ്റ് വെച്ച് അവിടെ വിൻഡ് സ്പീഡ് റെക്കോർഡ് ചെയ്ത് അത് എത്രത്തോളം വരുന്നുണ്ട്, ഓരോ കാലാവസ്ഥ, അതായത് ഒരു സ്പ്രിംഗ്, സമ്മർ, ഓരോ ടൈമിലെയും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറുന്ന വിൻഡ് സ്പീഡ് എത്രയാണ് എന്നൊക്കെ റെക്കോർഡ് ചെയ്ത് മാക്സിമം ആൻഡ് മിനിമം ലെവൽ എത്രയെന്നൊക്കെ റെഫർ ചെയ്തതിന് ശേഷമായിരിക്കും ആ ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു വിൻഡ്മിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ. സോ ബിഫോർ ഇൻസ്റ്റാളേഷൻ വി നീഡ് ടു നോ ദ ഡാറ്റ ഓഫ് വിൻഡ് സ്പീഡ് ഡാറ്റ. സോ അപ്പോൾ അതൊക്കെ ഒരു റെക്കോർഡിംഗ് ഒരു ഇൻസ്ട്രുമെന്റ് അവിടെ നെസസറി ആണ്. സോ എ റെക്കോർഡ് ഓഫ് വേരിയബിൾ ഇസ് യൂസ്ഫുൾ ഫോർ that type of process. So there will be 3 reasons for a recording instrument, and that means where we use a recording instrument. A record of variable is useful for 3 reasons. First one, the process. So process operation may refer
the instrument to observe the trend of variable as a guide to process operation. അതായത് നമ്മൾ ഒരു particular process operatorന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ പ്രോസസ് ഓപ്പറേറ്ററിന് റെഫർ ചെയ്യണം. ഇവിടുത്തെ ഫോർ എക്സാമ്പിൾ വിൻമിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന കേസ് തന്നെ പറയാം. വിൻ സ്പീഡ് റെഫർ ചെയ്തിട്ട് മാത്രമേ അങ്ങനെ ഒരു പ്രോസസ്സിന് നമുക്ക് അവിടെ സ്യൂട്ടബിൾ ആണോ അല്ലേന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു റീസണിൽ നമുക്ക് റെക്കോർഡിംഗ് ആവശ്യമാണ്, recording of a variable. And the second one reason is the record may be useful in locating trouble on the job. അതായത് ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് നടക്കുന്നിടത്ത് ഒരു ട്രബിൾ വരാൻ ചാൻസ് ഉണ്ടോ ഇല്ല, ആ ട്രബിൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ആ ഒരു ഫോൾട്ട് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നതിനും നമുക്കൊരു റെക്കോർഡിംഗ് ഓഫ് ഡാറ്റ വേരിയബിൾ വിൽ ബി യൂസ്ഫുൾ ആയിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻസിലൊക്കെ ആണെങ്കിൽ ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ട്രാൻസ്ഫോമറിലെ ടെമ്പറേച്ചർ, ഓയിൽ ടെമ്പറേച്ചർ ലെവലും ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ കറക്റ്റ് റെക്കോർഡിംഗ് നോക്കിയിട്ടാണ് നമ്മൾ അതിൽ ഓയിൽ ചെയ്യാനായോ ചേഞ്ച് ചെയ്യാനായോ അതിൽ എന്താണ് നമ്മൾ നെക്സ്റ്റ് പ്രിക്കോഷൻ എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ ഈ റെക്കോർഡിംഗ് ഓഫ് ഡാറ്റ വളരെ യൂസ്ഫുൾ ആണ്. And also another third reason is the record may be required for reference to past performance. ഒരു മുമ്പുള്ള പെർഫോമൻസിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് വളരെ യൂസ്ഫുൾ ആണ്. So recording instruments are more expensive and require more maintenance. So it is not used in the place where the data recording is not required. ഒരു ഡാറ്റ റെക്കോർഡിംഗ് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ നോർമലി റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാറില്ല. ഓക്കെ. ആൻഡ് ഓൾസോ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് വിത്തൗട്ട് ചാർട്ടിംഗ് പ്ലേസ് ഇസ് നോട്ട് യൂസ്ഫുൾ ആസ് ആൻ ഇൻഡിക്കേറ്റർ. ഒരു പെർട്ടിക്കുലർ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റിൽ ചാർട്ടോ പെന്നും പ്രോപ്പർ പ്ലേസിലല്ല എങ്കിൽ അതിനെ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് പ്രസന്റ് റീഡിങ്ങിന് എടുക്കാൻ വേണ്ടി നമുക്ക് അതിനൊരു ചാർട്ടോ പെന്നോ ഇല്ലെങ്കിൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്ക് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടും ഡിഫറെന്റ് ആണ്. ചില റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റും കൂടെ അക്കമ്പനി ചെയ്യും. ഓക്കെ. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ സർക്കുലർ റെക്കോർഡിംഗ് ചാർട്ട്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. ദിസ് ഇസ് സർക്കുലർ റെക്കോർഡിംഗ് ചാർട്ട് ആൻഡ് ഓർ കോൺസെൻട്രിക് ഇൻഡിക്കേറ്റിംഗ് സ്കെയിൽ ആണ് ഇതിനുണ്ടായിരിക്കും. So circular chart is used on almost every kind of industrial instrument like flow measurement and pressure, level and temperature measurement. Like നമ്മൾ circular chart recording type ആണ് യൂസ് ചെയ്യാം. So it is used on almost every kind of industrial instruments like flow, pressure, level and temperature. This chart is based essentially on polar coordinates. So you can see it is based on polar coordinates with the exception that the zero is, here you can see the zero is moved away from the geometric center and the chart is clamped at the center, geometric center, and rotates above the center. The period of rotation of circular chart is usually 8 hour, 24 hour or 7 days. സോ നമ്മൾ യൂസ് ചെയ്യുന്ന സർക്കുലർ ചാർട്ടിൽ ആ പീരിയഡ് ഓഫ് റൊട്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത് സർക്കുലർ ചാർട്ടിന് യൂഷ്വലി സെറ്റ് ചെയ്യുന്നത് 8 ഹവറിന് 8 ഹവർ ഓർ 24 ഹവർ. പല ടൈപ്പ് ഉണ്ട്. 8 ഹവറിന് സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, 24 ഹവർ അല്ലെങ്കിൽ 7 ഡേയ്സിന് സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ വിൻമിൽസിന്റെ ഒക്കെ ആണെങ്കിൽ 7 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ചാർട്ട് എടുത്തിട്ട് വിൻഡ് സ്പീഡ് റെക്കോർഡിംഗ് ഒക്കെ നോക്കുന്നത്. അപ്പം എനി സ്പീഡ് ഓഫ് റൊട്ടേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ചൂസിങ് എ പ്രോപ്പർലി ഗിയേർഡ് സിൻക്രോണസ് മോട്ടർ. ഒരു സിൻക്രോണസ് മോട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ സ്പീഡ് ഏത് പർട്ടിക്കുലർ സ്പീഡാണെന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ ചാർട്ടിന്റെ റൊട്ടേഷൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ചാർട്ട് ക്യാൻ ബി മെയ്ഡ് ഇൻ 2 സൈസസ്. ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 8 ഇഞ്ച് സൈസിലുള്ളതും പിന്നെ 12 ഇഞ്ച് ഡയമീറ്റർ, അതായത് 8 ഇഞ്ച് ഡയമീറ്റർ അല്ലെങ്കിൽ 12 ഇഞ്ച് ഡയമീറ്റർ ഉള്ളതാണ്. ഓക്കെ, 12 ഇഞ്ച് ഡയമീറ്റർ. സോ ദിസ് ഇസ് എ സർക്കുലർ circular recording chart. Second one നമ്മൾ പറഞ്ഞു strip chart, strip recording chart. This is a strip recording chart and it is accompanied with a linear indicating scale. Okay, ഒരു linear indicating scale ഉണ്ട്, ഇവിടെ strip recording chart ഉണ്ട്. Okay, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സപ്ലൈ റോളും ഉണ്ടായിരിക്കും, അവിടുന്ന് റീ റോളിലോട്ടാണ് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത് ഈ ചാർട്ട്. ഓക്കെ,
So the strip chart is generally used on the potentiometer type instrument or on a resistance type instrument. So the chart is driven from a supply roll. You can see supply roll. Chart is driven from a supply roll to the re-roll. Okay, re-roll roll in. And by a synchron. It is also driven by a synchronous motor. The speed of movement of paper is usually given in inches per hour. Or inches per hour ലാണ് ഇതിന്റെ സ്പീഡ് നമ്മൾ പറയാം. Okay, inches per hour. So the speed of movement of paper is usually given in inches per hour, and it may be 1 inch or 2 inch, 4 inch per hour. 4 inch per hour എന്നൊരു common ആയിട്ട് ഈ ഒരു റേഞ്ചിലാണ് ഉണ്ടാവുക. 1 inch per hour, 2 inch per hour or 4 inch per hour. Strip chart is used with recording pyrometer or resistance thermometer type instruments. ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ടെമ്പറേച്ചർ മെഷർമെന്റിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സം പ്രോസസ് പ്ലാന്റ്സിൽ ടെമ്പറേച്ചർ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സിലൊക്കെ സ്ട്രിപ്പ് ചാർട്ട് യൂസ് ചെയ്യാറുണ്ട്. And the main advantages, before this, main advantages of strip chart is it does not require, as compared to circular chart, the advantages are it does not require frequent changing of chart. നമ്മൾ പറഞ്ഞു സർക്കുലർ ചാർട്ടിലാണെങ്കിൽ 8 hour, 24 hour, 7 days ഇങ്ങനെ ഒരു 3 ടൈപ്പ് സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So in strip chart it does not require frequent changing of chart. And second advantage is long process period are easily recorded. അതായത് more than 24 hour long process period easy ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. And its readability is the same at all values of scale span. Readability of the data is very readability is same at all values. ഏത് വാല്യൂസിലും readability എന്ന് പറയുന്നത് ഒരു സെയിം ആണ് ഓരോ സ്കെയിൽ സ്പാനിലും. And limitations of a strip chart as compared to circular chart is a limited length of chart is visible. ഒരു പർട്ടിക്കുലർ ലെങ്ത് ഓഫ് ചാർട്ടാണ് നമുക്ക് വിസിബിൾ ആയിട്ട് ഉണ്ടായിരിക്കുക അറ്റ് എ ടൈം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫയൽ ആൻഡ് നോട്ട് ഈസിലി യൂസ്ഡ് ഫോർ റെഫറൻസ്. അത് നമ്മൾക്കറിയാം ഒരു ലോങ് ലെങ്തി ചാർട്ടാണ് ഉണ്ടായിരിക്കുക സ്ട്രിപ്പ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫയൽ ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ആൻഡ് ഹ്യൂമിഡിറ്റി വേരിയേഷൻ ക്യാൻ കോസ് സ്ട്രിപ്പ് ചാർട്ട് ടു ചേഞ്ച് വിഡ്ത്ത്. അപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അതിന് സ്ട്രിപ്പ് ചാർട്ടിന്റെ വിഡ്ത്തിൽ ചേഞ്ച് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ഇറ്റ് മേ കോസ് എറർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇൻഡിക്കേറ്റിംഗ് scale, indicating instruments, and in which use indicating scale. And indicating instruments are of 3 types. An indicating scale is used when only the present value of the variable has meaning and the past record is not needed. അതായത് നമുക്കൊരു പ്രസന്റ് വാല്യൂ മാത്രമേ ആവശ്യമുള്ളൂ, പാസ്റ്റ് വാല്യൂസിന്റെ റെക്കോർഡിന്റെ ഒരു ആവശ്യമില്ലാത്ത കേസസ് വരുന്ന ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിലാണ് നമ്മൾ ഇൻഡിക്കേറ്റിംഗ് സ്കെയിൽ യൂസ് ചെയ്യാം. ജസ്റ്റ് അറ്റ് എ ടൈം എത്രയാണ് റീഡിംഗ് എന്ന് മെഷർ ചെയ്യേണ്ട അമ്മീറ്റർ, വോൾട്ട് മീറ്റർ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്താണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഒരു പർട്ടിക്കുലർ വോൾട്ടേജോ കറണ്ടോ ഫ്രീക്വൻസി എത്ര എന്നൊക്കെ ആ ഒരു പ്രസന്റ് ടൈമിലെ റീഡിംഗ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ആ ടൈമിൽ റീഡിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എടുക്കാം. ആ പ്രസന്റ് വാല്യൂ മതി, പാസ്റ്റ് വാല്യൂ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല എങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് യൂസ് ചെയ്യുക. ആൻഡ് this indicating instruments are of 3 types. First one, eccentric scale indicator. Okay, first one is eccentric scale indicator, which is used for pressure thermometer, flow meters and pressure gauges like use cheyyunnundu. Okay, so first next one is concentric scale, and the third one is linear scale indicator. And concentric scale indicators are used in all kinds of instruments, and linear scale is used in potentiometer, resistance thermometer type instrument. So first one namukku nokam eccentric scale indicator. Eccentric scale is commonly used on mechanical instruments such as pressure thermometer, flow meter, pressure gauges, and the scale length is usually about 8 inch ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. So you can see this is the eccentric scale type. നിങ്ങൾ പല ഇൻസ്ട്രുമെന്റ്സിൽ ഇങ്ങനെ ഒരു eccentric type scale കണ്ടിട്ടുണ്ടായിരിക്കും. And next one is concentric scale. You can see concentric indicating scale. It is used for all kinds of instruments. The scale length of usually 25 inches
In the precision type instruments and in simple dial type pressure gauges, the scale length may be as small as 3 inches വരെ വരാം. Okay, 3 inch diameter ഉള്ളതും ഉണ്ടാവാം, 8 inch diameter ഉള്ളതും ഉണ്ടാവും, maximum up to 25 inches ഉള്ളതും ഉണ്ടായിരിക്കും. ഈ ടൈപ്പ് അതായത് 0 to 100 വരെ ഇങ്ങനെ ഒരു കോൺസെൻട്രിക് സ്കെയിൽ ഉള്ള ഇൻസ്ട്രുമെന്റ്സിനെയാണ് കോൺസെൻട്രിക് ഇൻഡിക്കേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ദിസ് വൺ ഇസ് എക്സെൻട്രിക് scale indicator. Okay, and the next one is linear scale. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്ന സ്ട്രിപ്പ് ചാർട്ടിന് മുകളിലായിട്ട് നിങ്ങൾ കണ്ടിരുന്ന ഒരു ഇൻഡിക്കേറ്റിംഗ് സ്കെയിൽ. ഇങ്ങനെ സ്കെയിൽ ടൈപ്പിൽ this one is linear scale. It is only used on the potentiometer, resistance thermometer type instrument. An indicator is made simply by omitting the strip chart. So chart drive and pen ഒക്കെ omit ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇതിനെ ഇൻഡിക്കേറ്റിംഗ് സ്കെയിൽ, അതായത് ലീനിയർ ഇൻഡിക്കേറ്റിംഗ് സ്കെയിൽ എന്ന് പറയാം. ഓരോന്നിന്റെയും ഷേപ്പ് അനുസരിച്ച് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സെൻട്രിക് സ്കെയിൽ, കോൺസെൻട്രിക് സ്കെയിൽ, ലീനിയർ സ്കെയിൽ. ഓക്കെ, ഈ ഓരോ ടൈപ്പും നമ്മൾ നമ്മുടെ വെഹിക്കിൾസിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്പീഡ് നോക്കുന്ന മീറ്റേഴ്സ്, ഇതിലെല്ലാം പല എക്സെൻട്രിക് ആൻഡ് കോൺസെൻട്രിക് സ്കെയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ഫ്യൂവൽ ലെവലിന്റെ ഒക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സിഗ്നലിംഗ് ഇൻസ്ട്രുമെന്റ്. അടുത്തൊരു ടൈപ്പാണ് സിഗ്നലിംഗ് ഇൻസ്ട്രുമെന്റ്. ഇറ്റ് ഈസ് വെരി എഫക്റ്റീവ് വെൻ ഇറ്റ് ഈസ് ഓൺലി നെസസറി ടു ഇൻഡിക്കേറ്റ് ദ വേരിയബിൾ ഇസ് വിത്തിൻ സർട്ടൈൻ ലിമിറ്റ്. ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കാണിക്കാൻ വേണ്ടി, ഇഫ് ഇറ്റ് ഈസ് ഓൺ ഓർ ഓഫ്, ഇഫ് ദർ ഇസ് എ ഫോൾട്ട് ഓർ നോട്ട്, ഇറ്റ് ഈസ് നോർമലി വർക്കിംഗ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് നോർമലി വർക്ക് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗ്രീൻ ലൈറ്റ് മാത്രം കട്ട് ചെയ്യാൽ മതി. ഇഫ് ദാറ്റ് ഈസ് വർക്കിംഗ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഫോൾട്ട് വന്നു, അപ്പോൾ ഒരു നെക്സ്റ്റ് റെഡ് ലൈറ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പം ഈ ഒരു റെഡ് ലൈറ്റും അതുപോലെ ഒരു ഗ്രീൻ ലൈറ്റ്, ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്കറിയാമല്ലോ. നോർമൽ ഓരോ പ്രോസസ് പ്ലാന്റ്സിലും, ഒരു സോളാർ പ്ലാന്റ് ആണെങ്കിലും ഏതൊരു ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ ഇഫ് ഇറ്റ് ഈസ് ഓൺ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുക ഗ്രീൻ ലൈറ്റ് ആയിരിക്കും. അതുപോലെ അത് നോർമലി വർക്കിംഗ് ആണ് എന്ന് കാണിക്കാൻ, അതായത് ദ പവർ ഇസ് ഓൺ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രീൻ ലൈറ്റോ റെഡ് ലൈറ്റോ യൂസ് ചെയ്യും. ഇനി ഇഫ് ദർ ഇസ് ഫോൾട്ടഡ്, ഒരു ഫോൾട്ട് വന്നു എന്ന് കാണിക്കാൻ നമ്മൾ റെഡ് ലൈറ്റ് ഓൺ ചെയ്ത് അത് ഇൻഡിക്കേറ്റ്, അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ലെവൽ ഹയർ ആയാൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ലെവൽ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ അവിടെ ഒരു റെഡ് ലൈറ്റ് ഓൺ ആവും. അങ്ങനെ അതായത് ഫോൾട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാനും ഒരു നോർമൽ ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിന്, അതായത് ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്താൽ മതി, അതിന് മെഷർ ചെയ്യണ്ട എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിഗ്നലിംഗ് സിസ്റ്റം. സോ it is very effective when it is only necessary to indicate the variable is within certain limits. അതായത് ഒരു 0 to 20 വോൾട്ടിന്റെ ഇടയ്ക്ക് വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ് 20 വോൾട്ട് വരെയും ഗ്രീൻ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. ഇഫ് ഇറ്റ് എക്സീഡ്സ് 20 വോൾട്ട് ഇറ്റ് വിൽ ഗ്ലോ ദ റെഡ് ലൈറ്റ്. അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം. അങ്ങനെ നമുക്ക് ഹൈ ലോ സിസ്റ്റം എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് വെരി എഫക്റ്റീവ്. ആൻഡ് switches and it can be accomplished by electric contacts or switches, and signal lights and horns are used for visual audible contacts. ചിലപ്പോൾ ലൈറ്റ്സോ അല്ലെങ്കിൽ ഹോൺസോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഓഡ് കോണ്ടാക്ട്സ് സിഗ്നൽ ലൈറ്റ്സിന് ഇൻഡിക്കേറ്റ് ചെയ്യാം. സിഗ്നലിംഗ് സിസ്റ്റം ഷുഡ് ബി പോസിറ്റീവ് and a system should require an operator to look for a specific combination of signals before performing an operation. അതായത് നമ്മൾ ഇപ്പോൾ റെയിൽവേ സിസ്റ്റത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, ഓരോ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടായിരിക്കും. സ്റ്റേഷൻ മാസ്റ്ററിന്റെ റൂമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഒരു ബോർഡിൽ കംപ്ലീറ്റ് സിഗ്നൽസും അതുപോലെ ഓൾറെഡി പുറത്ത് നമുക്ക് അതിന്റെ ട്രാഫിക് സിഗ്നൽസ് കാണാം. അപ്പോൾ അങ്ങനെയുള്ള സിഗ്നലിംഗ് സിസ്റ്റത്തിൽ റെഡും ഗ്രീന് യെല്ലോ ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഹൈലോ സിസ്റ്റം, ഹൈലോ ന്യൂട്രൽ സിസ്റ്റം ആൻഡ് 5 പൊസിഷൻ സിസ്റ്റം. ഓരോ ഡിഫറെന്റ് പർപ്പസിന് നമ്മൾ ഡിഫറെന്റ് രീതിയിലുള്ള ഇൻഡിക്കേറ്റിംഗ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുക. ഹൈലോ സിസ്റ്റം ആണെങ്കിൽ വിച്ച് ഇസ് യൂസ്ഫുൾ ഫോർ ഇൻഡിക്കേറ്റിംഗ് വെൻ എ വേരിയബിൾ ഹാസ് പാസ്ഡ് എ ഗിവൺ പോയിന്റ് ഓർ ഗിവൺ പർട്ടിക്കുലർ വാല്യൂ. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ ഹൈലോ സിസ്റ്റം. ഇനി ഇതിലിപ്പം അറ്റ് എ ടൈം ദർ ഇസ് നോ സിഗ്നൽ എന്നൊരു കണ്ടീഷൻ വരികയാണ്. അതായത് ഗ്രീൻ ലൈറ്റും കത്തുന്നില്ല, റെഡ് ലൈറ്റും കത്തുന്നില്ല. ദാറ്റ് മീൻസ് പവർ ഓഫ് ആയിരിക്കാം. അല്ല എങ്കിൽ ഇനിയിപ്പോൾ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുവാണ്, അതായത് റെഡ് ലൈറ്റ് കത്തിയാൽ സ്റ്റോപ്പ് ചെയ്യണം,
അതുപോലെ ഒരു there is a yellow light and also a green light. മൂന്ന് സിസ്റ്റം വരുവാണ്. അതായത് നമുക്കറിയാലോ നമ്മുടെ ട്രാഫിക് സിസ്റ്റത്തിലൊക്കെ ഉള്ള പോലെ. അതായത് ഈ മൂന്നും വർക്ക് ചെയ്യുന്നില്ല എന്നതിനനുസരിച്ച് വെച്ചാൽ അതിന് മേ ബി അത് സിഗ്നൽ കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷനിൽ നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഈ ഒരു ആംബർ ലൈറ്റ് എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഹൈ ലോ ന്യൂട്രൽ സിസ്റ്റം എന്നാണ് അതിന് പറയാം. അതായത് മൂന്ന് ഇൻഡിക്കേറ്റിംഗ് സിഗ്നൽസ് ഉണ്ടായിരിക്കും. അതായത് ഒന്നുകിൽ ഈ യെല്ലോയും ഗ്രീനും കൂടെ വരുമ്പോൾ മാത്രം ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ യെല്ലോ മാറി റെഡ് മാത്രം വരുമ്പോഴേ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സിസ്റ്റത്തിനാണ് ഹൈ ലോ ന്യൂട്രൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 5 പൊസിഷൻ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് റെയിൽവേയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. വിച്ച് പ്രൊവൈഡ്സ് മോർ ഇൻഫർമേഷൻ ഓൺ ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ. അതായത് നമ്മളിപ്പോൾ ഒരു സിസ്റ്റം റെഡ് കത്തിയാൽ നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്യുക, ഗ്രീൻ കത്തിയാൽ സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സിഗ്നലിനുള്ള പ്രോബ്ലംസ് കാരണം ചിലപ്പോൾ ഒരു ലൈറ്റ് ഓൾറെഡി അത് ഓൺ ആയിരിക്കും, പക്ഷെ മറ്റു ലൈറ്റ്സ് ഒന്നും കത്തുന്നുണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സിഗ്നൽ എറർ ആണെങ്കിൽ മേ ബി ഒരു ആക്സിഡന്റിന് ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിഗ്നൽ എറേഴ്സ് വരാതിരിക്കാൻ വേണ്ടി രണ്ട് കണ്ടീഷനൊക്കെ വെക്കും. അതായത് ഒരു റെഡും ഒരു യെല്ലോയും കത്തുമ്പോൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ യെല്ലോയും റെഡും ഗ്രീനും കൂടെ വരുമ്പോൾ മാത്രമേ ചെയ്യാവൂ ഒരു പ്രോസസ്സ്. അങ്ങനെ ഓരോരോ കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. ഒരു പർട്ടിക്കുലർ കോമ്പിനേഷൻ ഓഫ് ലൈറ്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഈ പ്രോസസ്സ് ചെയ്യാവൂ. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് 5 പൊസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. വിച്ച് പ്രൊവൈഡ്സ് മോർ ഇൻഫർമേഷൻ ഓൺ ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ. എക്സാമ്പിൾ, സം പ്രോസസ് ഓപ്പറേഷൻ മേ പ്രൊസീഡ് ഓൺലി വെൻ ദ ആംബർ ലൈറ്റ് ഈസ് ഓൺ. അതായത് ഇങ്ങനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സിസ്റ്റത്തിൽ നോക്കാം, ഗ്രീൻ, റെഡ് ആൻഡ് ആൻ ആംബർ ലൈറ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് 5 പൊസിഷൻ. അതായത് ആംബർ ലൈറ്റ് ഓൺ ആണെങ്കിൽ, അതായത് ഈ ആംബർ ലൈറ്റ് ഒരു യെല്ലോ ആണെന്ന് വിചാരിക്കാം, അതും ഗ്രീനും രണ്ടും കൂടെ ഓൺ ആണെങ്കിൽ മാത്രമേ ഒരു പ്രോസസ്സ് ചെയ്യാൻ പാടുള്ളൂ. That process may proceed only when the amber light is on, and some operations may proceed when the amber and the other either red or either green. ചിലത് ആംബർ ലൈറ്റ് മാത്രം കത്തുമ്പോൾ ചെയ്യേണ്ട പ്രോസസ്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആംബർ ലൈറ്റും റെഡും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആംബർ ലൈറ്റും ഗ്രീനൂടെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ മാത്രം ചെയ്യേണ്ട പ്രോസസ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ കണ്ടീഷൻസ് വെച്ച് ചെയ്യുന്ന സിഗ്നലിംഗ് സിസ്റ്റത്തിനെയാണ് 5 പൊസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒന്നുകിൽ ഗ്രീൻ മാത്രം, അല്ലെങ്കിൽ ആംബർ മാത്രം, അല്ലെങ്കിൽ റെഡ് മാത്രം. അപ്പൊ 3 പൊസിഷനായി. പിന്നെ ഈ ഒരു കോമ്പിനേഷൻ ആംബർ റെഡ് അല്ലെങ്കിൽ ആംബർ ഗ്രീൻ ഇങ്ങനെ. അപ്പൊ ഒരു 5 പൊസിഷൻസ് വെച്ചിട്ട് കണ്ടീഷൻസ് വെച്ച് നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് അതിനാണ് 5 പൊസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 3 ടൈപ്പ് സിസ്റ്റമാണ് സിഗ്നലിംഗ് സിസ്റ്റം ഉള്ളത്. ഹൈ ലോ ന്യൂട്രൽ ആൻഡ് 5 പൊസിഷൻ സിസ്റ്റം. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ്, മെയിൻ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഇൻസ്ട്രുമെന്റ്. അതായത് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ്, റെക്കോർഡിംഗ് ടൈപ്പ് ആൻഡ് ഓൾസോ സിഗ്നലിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്. ഇനി വരുന്നതാണ് ജസ്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ് റീഡിംഗ്. നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റിന്റെ റീഡിംഗ് എടുക്കുന്നു. ആ റീഡിങ്ങിന് ചില സമയത്ത് നമുക്കത് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഒരു ഫാർ ഡിസ്റ്റൻസ് ഫ്രം ദ ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. That means sometimes it is necessary to measure a variable at one point and to indicate its value at another point located at a considerable distance from the first point. അതായത് ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് റീഡിംഗ് നമുക്ക് കാണിക്കേണ്ടത് വേറൊരു മോണിറ്ററിലായിരിക്കും. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്ത് നമുക്ക് ആ ഇൻസ്ട്രുമെന്റ് റീഡിങ്ങിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ആ ഒരു പ്രോസസ് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ബി പോസിബിൾ ഇൻ 2 ways, ന്യൂമാറ്റിക് ട്രാൻസ്മിഷൻ ആൻഡ് ഇലക്ട്രിക് ട്രാൻസ്മിഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സബ്സ്റ്റേഷനിലൊക്കെ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ലെവൽ ഓഫ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഒരു പ്രഷർ ലെവൽ, അതൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നത് ആ ട്രാൻസ്ഫോമറിലായിരിക്കും. പക്ഷെ അതിന്റെ ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സബ്സ്റ്റേഷന്റെ കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന മോണിറ്ററിലായിരിക്കും. അപ്പോൾ വി ഹാവ് ടു ട്രാൻസ്ഫർ ദ റീഡിംഗ് ഫ്രം ദാറ്റ് ഇൻസ്ട്രുമെന്റ് വിച്ച് ഇസ് പ്ലേസ്ഡ് ഓൺ ദ ട്രാൻസ്ഫോമർ ടു ദ കൺട്രോൾ റൂം. അങ്ങോട്ട് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യണം. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് റീഡിംഗ് സം പ്രോസസ് ഹാസ് ടു സ്റ്റാർട്ട്. ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ടെമ്പറേച്ചർ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂളിംഗ് സിസ്റ്റം ഓൺ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഓപ്പറേഷൻസ്
നമ്മൾ ചെയ്യുന്നത് കൺട്രോൾ റൂമിൽ നിന്നായിരിക്കും. പക്ഷെ ആ റീഡിങ് നമ്മൾ അവിടെ പോയിട്ടല്ല നോക്കുന്നത്. റീഡിങ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറിൽ കിട്ടും, അല്ലെങ്കിൽ മോണിറ്ററിൽ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്മിറ്റിംഗ് സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് തന്നെ രണ്ട് രീതിയിലാണ് ഉള്ളത്, ന്യൂമാറ്റിക് ട്രാൻസ്മിഷൻ ആൻഡ് ഇലക്ട്രിക് ട്രാൻസ്മിഷൻ. ആൻഡ് ഫസ്റ്റ് വൺ, ന്യൂമാറ്റിക് ട്രാൻസ്മിഷൻ. It is used for the distance above 50 feet, and the limitation is lag caused by resistance and the volume of connecting tubing. ഒരു ലാഗിങ് ഉണ്ടാവും, അപ്പോൾ എറർ പോസിബിൾ ആണ്. And it is generally operated on transmitted pressure of about 0 to 20 psi. 20 psi. And the receiver, അതായത് 0 to 20 psi-ലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. Okay. And the receiver is generally operated on transmitted pressure of about 0 to 20 psi, and the receiver is simply a pressure gauge. Actual calibration is then made in terms of temperature, flow or level or whatever the variable it is desired. ഏത് വേരിയബിൾ ആണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ കാലിബ്രേറ്റ് ചെയ്യുന്നത്. The second one is electric transmission. With electric instruments, there is theoretically no limitation to distance between measuring element and instrument. It is possible and it is achieved by inductance bridge system. But there is additional resistance of long lines will be there. So because of this additional resistance, ഈ distance കാരണം ഒരു additional wires, electric system ആണെങ്കിൽ transmitting systemത്തിൽ വരുന്ന high resistance കാരണം which may cause or reduce the sensitiveness of the measurement. An instrument is not an automatic controller, it just measures, and the distance up to 2000 feet covered satisfactorily. In electric transmission, pneumatic transmission, distance up to above 50 feet is covered. Okay, so these are the two types of transmission of instrument reading. Pneumatic transmission, which is operated on transmitted pressure, and electric system which is worked on inductance type bridge system. Okay, so അപ്പോൾ നമ്മൾ പഠിച്ചത് മെയിൻ ആയിട്ട് എന്തൊക്കെ ടൈപ്പ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം ആണെന്നുള്ളത്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഓരോ പ്രോസസ് ഇൻഡസ്ട്രിയിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിൽ പല ടൈപ്പ് ഉണ്ട്. ഓരോ പ്രോസസ്സിനനുസരിച്ചാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുക. അത് റെക്കോർഡിംഗ് ടൈപ്പ് ആവാം. നമുക്ക് റെക്കോർഡിംഗ് വേണ്ടത്, അതായത് പാസ്റ്റ് റീഡിങ്സ് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ നമുക്ക് പാസ്റ്റ് റീഡിങ്സ് അറിയണം എന്നുണ്ടെങ്കിൽ, ഒരു പ്രോസസ്സ് ചെയ്യണമെങ്കിൽ പാസ്റ്റ് റീഡിങ്സ് അറിയണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വരുമ്പോൾ അതെങ്ങനെ അതിന് മുമ്പേ നമുക്ക് റിക്കവർ ചെയ്യാം, അത് ഒരു ഫോൾട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് അതിന് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നൊക്കെ നോക്കണമെങ്കിൽ ഒരു റെക്കോർഡിംഗ് വേണം. എന്നുള്ള ടൈപ്പ് പ്രോസസ്സിലൊക്കെ നമ്മൾ റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണ് യൂസ് ചെയ്യുക. രണ്ട് ടൈപ്പ് ഉണ്ട്, സർക്കുലർ റെക്കോർഡിംഗ് ചാർട്ടും അതുപോലെ സ്ട്രിപ്പ് ടൈപ്പ് റെക്കോർഡിംഗ് ചാർട്ടും ഉണ്ട്. സർക്കുലർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോളാർ റീഡിങ്സ് ആണ് ഉണ്ടാവുക. സ്ട്രിപ്പ് ചാർട്ട് ഈ ടൈപ്പാണ് ഉണ്ടാവുക. ഇതിൽ ഇൻഡിക്കേറ്റിംഗ് സ്കെയിലൂടെ അക്കമ്പനി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഇൻസ്ട്രുമെന്റ്, അതായത് പ്രസന്റ് റീഡിംഗ് അറിയാനുള്ള നമ്മൾ നമ്മുടെ ലാബിൽ യൂസ് ചെയ്യുന്ന പല ഇൻസ്ട്രുമെന്റ്സും ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ ഒക്കെ. അപ്പോൾ അത് തന്നെ പല ടൈപ്പ് ഉണ്ട്. എക്സെൻട്രിക് സ്കെയിൽ ഉള്ളതുണ്ട്, കോൺസെൻട്രിക് സ്കെയിൽ, ലീനിയർ സ്കെയിൽ ഉള്ളതുണ്ട്. അതെല്ലാം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. എക്സെൻട്രിക്, കോൺസെൻട്രിക് ആൻഡ് ലീനിയർ ടൈപ്പ് ഓഫ് സ്കെയിൽ. ആൻഡ് സിഗ്നലിംഗ് സിസ്റ്റം, അതായത് നമുക്കറിയാം നമ്മൾ LED ലൈറ്റ്സ് വെച്ച് ഓരോ ഇതിലും ഇങ്ങനെ നമ്മളൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ എന്തെങ്കിലും ഒരു സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആണ്, അവിടെ പവർ ഓൺ ആണെന്ന് കാണിക്കാൻ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും, ഒരു LED ലൈറ്റ് ഉണ്ടായിരിക്കും. അതായത് അങ്ങനെ നമ്മൾ സിഗ്നൽസ് വെച്ച് ചില കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യും. അല്ലെങ്കിൽ അവിടെ ഫോൾട്ട് ഉണ്ടെങ്കിൽ ഒരു റെഡ് ലൈറ്റ്, ഇത് അവിടെ റെഡ് ലൈറ്റ് കത്തി അവിടെ ഫോൾട്ട് ഉണ്ട്, എന്തെങ്കിലും ട്രിപ്പ് ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ചില കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യാം, പ്രോസസ് ഇൻഡിക്കേറ്റ്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, പ്രഷർ ഇൻക്രീസ് ചെയ്തു, എക്സീഡ് ചെയ്തു എന്ന് കാണിക്കാൻ ഒരു പർട്ടിക്കുലർ ലൈറ്റ് കത്തും. അങ്ങനെയൊക്കെ നമ്മളെ കാണിക്കുന്നത്. അതുപോലെ ട്രാഫിക് സിഗ്നൽസ്, ഇതെല്ലാം സിഗ്നലിംഗ് ഇൻസ്ട്രുമെന്റ്സിന് എക്സാമ്പിൾ ആണ്. റെയിൽവേ ട്രാഫിക്സും അതുപോലെ നമ്മുടെ നോർമൽ റോഡ് ട്രാഫിക് സിസ്റ്റം അതൊക്കെ എക്സാമ്പിൾസ് ആണ്. 3 ടൈപ്പാണുള്ളത്, ഹൈ ലോ ന്യൂട്രൽ ആൻഡ് 5 പൊസിഷൻ സിസ്റ്റം. രണ്ട് ടൈപ്പിൽ നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് റീഡിങ്ങിന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റേഷന്റെ റീഡിങ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന സിസ്റ്റംസ് 2 ടൈപ്പാണുള്ളത്, ന്യൂമാറ്റിക് ട്രാൻസ്മിഷൻ ആൻഡ്
this electric transmission. Pneumatic എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട് പ്രഷർ യൂസ് ചെയ്തിട്ടാണ് അത് വരുന്നത്. ഇലക്ട്രിക് സിസ്റ്റത്തിൽ എന്ന് പറയുമ്പോൾ ഇൻഡക്ടൻസ് ബ്രിഡ്ജ് ടൈപ്പ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.